എൻ്റെ പേര് ഷാഹുൽ ഹമീദ്. ഞാൻ തെങ്കാശിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എനിക്ക് ടി വിയുടെ പ്രശ്നമുണ്ടായിരുന്നു. അത് കാരണം ഞാൻ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി തിരിച്ച് ഞാൻ പോയി. 6 മാസം മരുന്ന് കഴിച്ചു. അതെല്ലാം നോർമലായി. അതിനുശേഷം ഞാൻ ഗൾഫിൽ തിരിച്ചു പോയി. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അറ്റാക്ക് പോലെ വന്ന് ബ്ലോക്കായി. അത് എമർജൻസി ആയിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് ലാസ്കോപ്പ് വഴിയെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ വന്ന ഒരു 4 കൊല്ലം 3-3.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് കണക്ക് ശരീരമാകെ ക്ഷീണം തളർച്ചയും വന്നു. ബ്ലഡ് ഇങ്ങനെ ചുമയ്ക്കുമ്പോഴത്തേക്ക് ബ്ലഡ് വരികയും ഛർദ്ദിക്കുമ്പോഴത്തേക്ക് അതൊരു 1/2 ലിറ്റർ 3/4 ലിറ്ററോളം വരും ഒരു പ്രാവശ്യം. അത് ഭക്ഷണമൊന്നും വെളിയിൽ വരില്ല, വെറും ബ്ലഡും ചളിയും മാത്രം വരും. അതുപോലെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ബ്ലഡ് വെളിയിൽ വരും. അത് നിൽക്കാതെ വരും, വായിലും വരും, ചിലപ്പോൾ മൂക്കിൽ കൂടെയൊക്കെ വരും. ക്ഷീണിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ തളർച്ചയും ഇതുണ്ടാവും. അങ്ങനെ ഒരിക്കൽ പിന്നെ ഞാൻ നാട്ടിൽ അവിടെ ആണ് ചെക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് ശരിയാകാത്തതിൻ്റെ വീണ്ടും നാട്ടിൽ വന്നു. പിന്നെയാണ് ഇവിടെ പറഞ്ഞത് മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം നോർമലാണ്, ടി വിയുടെ പ്രശ്നം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, കാരണം ഇത് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിൽ അവിടെ വല്ല മുറിവ് പറ്റി അങ്ങനെ ബ്ലഡ് വരുന്നതാണോ ഇല്ലയെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പം പറഞ്ഞു അങ്ങനെ അതിലൊന്നും പ്രശ്നമില്ല. ഇത് കണക്ക് അവിടെ ഈ ഗുളിക കഴിച്ചിട്ട് അവിടെ മറ്റേ എഫക്റ്റായിട്ട് മറ്റേ വല പോലെ കട്ടി പിടിച്ച്, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മരുന്നൊക്കെ തന്ന് പോയി. ഞാൻ തിരിച്ചു പോയിട്ടും വീണ്ടും അവിടെ വെച്ച് എനിക്കിത് സംഭവിച്ചു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ച് 2 മാസം സോൾവ് ചെയ്ത് പോയി. വീണ്ടും എനിക്ക് പറ്റാതായപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ നേരെ തിരിച്ച് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാ വിവരങ്ങളും പറഞ്ഞ് ടി സ്കാൻ എടുത്ത് എല്ലാം കഴിയുമ്പോഴത്തേക്ക് സാർ പറഞ്ഞ് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം എമർജൻസി ആയിട്ട്. ഇതിന് മുമ്പ് ഞാൻ GH പോയി. GH പോയപ്പോഴും അവരും പറഞ്ഞു അവിടെ, പക്ഷേ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവർ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ലെൻസിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇതില്ല, അവരില്ലാന്ന്, ആർട്ടിൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നേരെ തിരിച്ച് ഇവിടെ തന്നെ വന്നത്. ഇവിടെ വെച്ച് ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റായി ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തതിനും ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നല്ലപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു, സന്തുഷ്ടവാനാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടർ പ്രശാന്തൻ, ഇവിടെ കുലശേഖരത്ത് ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ചീഫ് കാർഡിയാക് അനസ്തറ്റിസ്റ്റായിട്ട് കഴിഞ്ഞ 12 വർഷമായി ജോലി ചെയ്യുന്നു. ഇവിടെ ഹൃദയ ശസ്ത്രക്രിയകളാണ് പ്രധാനമായി നടക്കുന്നത്. ഇതുകൂടാതെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ രക്തക്കുഴലുകൾക്ക് ഉള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്രീ ഷാഹുൽ ഹമീദ് ഇവിടെ വരുമ്പോൾ മുഖ്യമായ പ്രശ്നം വളരെ കൂടുതലായി ചുമച്ച് രക്തം തുപ്പുന്നതല്ല, രക്തം ഛർദ്ദിക്കുന്ന രീതിയിൽ അത്രയും വലിയ അളവിൽ ഓരോ പ്രാവശ്യവും 1/2 ലിറ്ററോളം അതിൽ കൂടുതലും രക്തം ഛർദ്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം രക്തം ഛർദ്ദിച്ച് വളരെ അവശനായി തീരുന്ന ഓരോ അവസ്ഥയിലാണ് അവസാനം അത് നിൽക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു മരണത്തെ നേരിൽ കണ്ടുകൊണ്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് അതിനുള്ള ചികിത്സ തേടി ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്ന് പല ആശുപത്രികളും സന്ദർശിച്ച് ഒരു ഡയഗ്നോസ് വന്നതിന് ശേഷവും ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു ആശുപത്രി കണ്ടുപിടിക്കാൻ കഴിയാതെ അവസാനം ഇവിടെ എത്തുകയായിരുന്നു അദ്ദേഹം. 2021 മെയ് തന്നെ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാർട്ടിലെ രക്തക്കുഴലിലുള്ള അടപ്പ് കാരണമാണെന്ന് കണ്ടുപിടിച്ച് ആൻജിയോപ്ലാസ്റ്റി വഴി അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2-3 വർഷം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയ അദ്ദേഹത്തിന് വീണ്ടും ചുമ തുടങ്ങുകയും പിന്നെ ചുമച്ച് രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ CT സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇടതുഭാഗത്തെ ലങ്സിൻ്റെ മുകൾ ഭാഗത്തുള്ള അപ്പർ ലോബ് എന്ന് ലെഫ്റ്റ് അപ്പർ ലോബ് എന്നുള്ള ഭാഗത്ത് പൂർണ്ണമായും ശ്വാസകോശം നശിച്ച രീതിയിലും അവിടെ നിന്ന് രക്തം നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ, അതായത് ലെഫ്റ്റ് അപ്പർ ലോബെക്ടമി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശസ്ത്രക്രിയയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ മുമ്പ് TB എന്ന അസുഖം ബാധിച്ചിട്ടുണ്ട്, പിന്നെ ഹൃദ്രോഗമുണ്ട്, പിന്നെ അനിയന്ത്രിതമായ പ്രമേഹ രോഗവും. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ സാധാരണ ശ്വാസകോശ ശസ്ത്രക്രിയ എല്ലാം തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് അദ്ദേഹം നമ്മളോട് അത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ തന്നെ വേണമെന്ന് പ്രത്യേകം പരാമർശിച്ചത്. അപ്പോൾ അതുപ്രകാരം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴിയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ പൂർണ്ണമായും നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ
അതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആശുപത്രി വിടാനും എല്ലാം വളരെ സഹായകരമായി. ഞാൻ ഡോക്ടർ ബാബുരാജ്, ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കാർഡിയാക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഷാഹുൽ ഹമീദ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ലെഫ്റ്റ് അപ്പർ ലോബിൽ ഒരു കാവിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് രക്തം വന്നുകൊണ്ടിരുന്നത്. ഒരു 3 വർഷത്തോളമായിട്ട് റിപ്പീറ്റഡ് എപ്പിസോഡുകളിലൂടെ രക്തം പോയി. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് 3 രക്തക്കുഴലുകളും ബ്ലോക്കുണ്ട് ഹാർട്ടിൽ. അതിന് സ്റ്റെൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്റ്റെൻറ്റിങ് കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ ഡയബറ്റീസും, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ഇതെല്ലാമായിരുന്നു നമ്മളുടെ ഒരു പ്രൈമറി കൺസേൺ. അദ്ദേഹത്തിന് തിരിച്ച് ഡ്രൈവിംഗ് ജോലി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ തുടർന്ന് ചേരണം. അതുകൊണ്ട് താക്കോൽ ദ്വാരത്തോടു കൂടിയുള്ള ഒരു ഓപ്പറേഷനാണ് അദ്ദേഹത്തിന് താല്പര്യപ്പെടുന്നത്. അതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കിവിടെ അത് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറിയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കീഹോൾ ബൈപ്പാസ് സർജറിയും കീഹോൾ ഹാർട്ടിൻ്റെ ദ്വാരം അടയ്ക്കലും ഹാർട്ടിൻ്റെ വാൽവ് മാറ്റിവെക്കലും എല്ലാം ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഹുൽ ഹമീദ് ഇവിടെ വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു നമ്മളുടെ താല്പര്യവും. പക്ഷേ ഇതിലുണ്ടായിരുന്ന 100% ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം 3 വർഷമായിട്ട് ട്യൂബർക്കുലോസിസ് ഉള്ള ഒരാൾക്ക് അതിൻ്റെ കൂടെ തന്നെ കാവിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലങ്സ് നെഞ്ചുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കും. അതുപോലെ മേജർ ഓർഗൻസ് ആയിട്ടുള്ള അയോർട്ട, പൾമണറി ആർട്ടറി, ഇതിലെല്ലാം അഡേഷൻസ് ഉണ്ടായിരിക്കും. ഇത് വിടർത്തിയെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുക, ലങ്സ് മാത്രം. ലങ്സ് തന്നെ 3 ലോബുണ്ട്. അത് 3ഉം തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഡിസെക്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് കീഹോൾ വഴി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ അത് ഏറ്റെടുത്തു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തെറ്റിസ്റ്റിനുണ്ടായിരുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ ലങ് ഒരു സൈഡിലേക്കുള്ള ലങ്സ് നിർത്തിവെച്ചാൽ ലങ്സ് കൊളാപ്സ് ചെയ്യില്ല, ചെസ്റ്റ് വാളുമായിട്ട് ഒട്ടിപ്പിടിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ഒന്നും നെഞ്ചിനകത്തേക്ക് ഇടാനുള്ള പ്രയാസമുണ്ടാകും. അത് നേരെ ലങ്സിലേക്ക് കയറി അതിൽ നിന്ന് എയറെല്ലാം പുറത്ത് വരികയും ബ്ലീഡിങ് എല്ലാം ഉണ്ടാകും സാധ്യത. പക്ഷേ അതെല്ലാം വളരെ ഭംഗിയായിട്ട് അനസ്തേഷ്യ വിഭാഗം കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ മിനിമലി ഇൻവേസീവ് വാറ്റ്സ് എന്ന് പറയും, വീഡിയോ അസിസ്റ്റഡ് തൊറാക്കോസ്കോപ്പിക് പ്രൊസീജിയറായിട്ട് തന്നെ ഈ സർജറി ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ വിടാനും, അദ്ദേഹത്തിനോട് തന്നെ സംസാരിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വേഗത്തിൽ തന്നെ പഴയ പോലെ ജോലിയിലേക്കും എല്ലാം പോകാൻ പറ്റും. ഒരു വലിയ മുറിവൊന്നുമില്ല, കൈ ഇളക്കാനോ അതിൻ്റെ ജോലികൾ ചെയ്യാനോ ചെസ്റ്റിൽ ഉള്ള ഡിസ്കംഫർട്ടോ പെയിനോ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു സർജറി നമുക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഡോക്ടർ ജയകുമാർ കഴിഞ്ഞ 7 വർഷമായി ഇവിടെ കാർഡിയാക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ 4000-ലധികം ഹൃദയ ശസ്ത്രക്രിയകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയും, അതായത് മീഡിയൻ സ്റ്റെർണോട്ടമി, നെഞ്ചല് നടുകെ പിളർന്നുള്ളൊരു സർജറിയാണ് സാധാരണ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് റിക്കവറി, അതായത് പേഷ്യൻ്റ് ഒരു 2-3 മാസം വീട്ടിൽ റെസ്റ്റ് വേണ്ടി വരും. പക്ഷേ ഇപ്പം ഈ തിരക്ക് പിടിച്ച കാലത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു 2 ആഴ്ച ലീവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു മിനിമലി ഇൻവേസീവ് അപ്രോച്ച്, അത് പിന്നെ ലങ്ങിൻ്റെ ഓപ്പറേഷനും പിന്നെ ഹാർട്ട് സർജറിക്കും നമുക്ക് ഈ രീതിയിലുള്ള ചെറിയ ഇൻസിഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ രോഗികൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ എന്താ വെച്ചാൽ അത് സാധാരണ സർജറിനേക്കാളും കുറച്ച് സമയവും പ്രയാസം ഏറിയ സർജറിയാണ്. അപ്പോൾ രോഗികൾ പ്രത്യേകം ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മളിപ്പോൾ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് പെട്ടെന്നുള്ള, അതായത് വളരെ വേഗം റിക്കവറി ചെയ്യാം, അതായത് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയം കുറയ്ക്കാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. മിനിമലി ഇൻവേസീവ് അപ്രോച്ചിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഏർലി റിക്കവറി. ഡോക്ടറോടും ഈ ഹോസ്പിറ്റലിനോടും എനിക്ക് നല്ല കടപ്പാടുണ്ട്, വളരെ ഉപകാരം. അതിനോട് ഞാൻ നന്ദി പറയുന്നു.